അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ. സൂറത്ത് ശൂറയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9 വരെയുള്ള സൂക്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ആ ഭാഗത്ത് അള്ളാഹു പരാമർശിക്കുന്നത്. വിധികർത്താവ് അള്ളാഹു മാത്രമാണ് എന്നൊരാശയമാണ് തുടർന്നുള്ള ഭാഗത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 10, 11, 12 സൂക്തങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഭിന്നിക്കുന്നത് ഏതു കാര്യത്തിലായാലും അതിൽ വിധി കൽപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. ഇഖ്തലഫ, ഭിന്നിക്കുക. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ, നിങ്ങൾക്കിടയിൽ ഏതു കാര്യത്തിലായാലും അതിൽ വിധി കൽപ്പിക്കേണ്ടത് ഫഹുക്മുഹു ഇലല്ലാഹ്, അള്ളാഹുവാണ്. ദാലിക്കുമുല്ലാഹു റബ്ബി, അവൻ മാത്രമാകുന്നു എൻ്റെ റബ്ബായ അള്ളാഹു. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവനിലാകുന്നു ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്. തവക്കുൽ ചെയ്യുക, ഭരമേൽപ്പിക്കുക. വഇലൈഹി ഉനീബ്, അവനിങ്കിലേക്ക് തന്നെയാണ് ഞാൻ മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കൂടാതെ മറ്റു രക്ഷകരെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ അറിയുക, യഥാർത്ഥ രക്ഷകൻ അള്ളാഹുവാണ്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് എന്നാണ് 9-ാം ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം, അള്ളാഹു ഈ പ്രപഞ്ചത്തിനുടമയും യഥാർത്ഥ രക്ഷകനുമായിത്തീരുന്നതിൻ്റെ പ്രകൃതിപരവും അതുപോലെ തന്നെ ബുദ്ധിപരവുമായിട്ടുള്ള താല്പര്യം, രാജാവും രക്ഷകനും അള്ളാഹു മാത്രമാണെങ്കിൽ വിധികർത്താവായിരിക്കേണ്ടതും അള്ളാഹു തന്നെയാണ്. മനുഷ്യരുടെ തർക്കങ്ങളിലും ഭിന്നിപ്പുകളിലും തീർപ്പ് കൽപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. ആ അവകാശങ്ങൾ പരലോകത്തേക്ക് മാത്രമല്ല, ദുനിയാവിൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ വരെ വിധികർത്താവ് അള്ളാഹു ആയിരിക്കണം എന്നതാണ്. മനുഷ്യൻ്റെ നിയമപരമായ പ്രശ്നങ്ങളിലും നല്ലതേത്, ചീത്തയേത്, ഹിതകരമായതേത്, അഹിതമായതേത്, അനുവദനീയമായത്, നിഷിദ്ധമായത്, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. ഇടപാടുകളിൽ ആർക്കെന്തവകാശമുണ്ട്, എന്തില്ല എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്. സാംസർഗികവും നാഗരികവും രാഷ്ട്രീയവുമായിട്ടുള്ള രംഗങ്ങളിൽ ശരിയായ രീതി ഏതാണ്, തെറ്റായതേത് എന്ന് വിധിക്കേണ്ടതും അള്ളാഹുവാണ്. ഈ അടിസ്ഥാനത്തിലാണ് ഖുർആനിൽ ഇക്കാര്യം ഒരു മൗലിക നിയമമെന്ന നിലയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഫഹുക്മുഹു ഇലല്ലാഹ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവതരണ പശ്ചാത്തലവും സന്ദർഭവും നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഭിന്നിപ്പുകളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ നിയമപരമായ ഒരു അവകാശം മാത്രമല്ല, അത് അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് വിശ്വാസിയോ അവിശ്വാസിയോ ആകുന്നതിൻ്റെ അച്ചുതണ്ടാണ്. അപ്പോൾ നമ്മൾ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥ വിധികർത്താവ് അള്ളാഹു ആയിരിക്കണം. ഭിന്നിപ്പുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നവനാണ് യഥാർത്ഥ വിധികർത്താവ് എന്നാണ് അർത്ഥം. ദാലിക്കുമുല്ലാഹു റബ്ബി, അങ്ങനെ വിധി കൽപ്പിക്കുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് ഈ സൂക്തത്തിൽ തന്നെ അള്ളാഹു ഊന്നി പറയുന്നു. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വൈലേഹി ഉനീബ്, അവനിങ്കിലേക്ക് ഞാൻ മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എൻ്റെ ഭാവി കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് സംഭവിക്കുമോ അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന ഉറച്ച ബോധ്യമാണ് ഈമാനിൻ്റെ താല്പര്യം. ഇനി വർത്തമാന ക്രിയാവചനത്തിൽ നമ്മളതിന് മനസ്സിലാക്കിയാൽ, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നു. അതായത് എനിക്ക് ഈ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഏത് കാര്യവും അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടാണ് ഞാൻ കൈകാര്യം ചെയ്യുക. ഒരു പ്രശ്നമോ ക്ലേശമോ ആപത്തോ അണയുമ്പോൾ ഞാൻ ആരിലേക്കും തിരിയാതെ അള്ളാഹുവിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കുന്നു. ഒരപായമുണ്ടായാൽ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, സ്വയം നിർദ്ദേശത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒരു പ്രശ്നം നേരിടുമ്പോൾ അവനോട് മാർഗദർശനം നേടുന്നു. അവൻ്റെ നിർദ്ദേശത്തിലും മാർഗദർശനത്തിലും
അതിൻ്റെ പരിഹാരമല്ലെങ്കിൽ വിധി അന്വേഷിക്കുന്നു. ഒരു തർക്കമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് നോക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമായിരിക്കും അതിൻ്റെ അന്തിമ തീരുമാനം. അള്ളാഹുവിൻ്റെ തീരുമാനം എന്താവട്ടെ അതുതന്നെയാണ് സത്യമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അള്ളാഹുവിലുള്ള കേവലമായ വിശ്വാസമല്ല, മറിച്ചൊരു ഉറപ്പാണ് നമുക്കുണ്ടാവേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം പരാമർശിക്കുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ തനിക്ക് വാർദ്ധക്യഘട്ടത്തിൽ നൽകിയൊരു കുഞ്ഞിനെ ബലിയെറുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അദ്ദേഹം അതിന് തയ്യാറാകുന്നു. അതിന് പാകപ്പെടുന്ന മനസ്സോടുകൂടി ഭാര്യയും മകനെയും അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തീക്കുണ്ടാരത്തിൽ എറിയാനൊരുങ്ങുമ്പോൾ അദ്ദേഹം ഭയപ്പെടുന്നില്ല. ഹസ്ബി അല്ലാ, എനിക്ക് അള്ളാഹു മതി, തവക്കൽത്തു അലല്ലാ, ഞാൻ എൻ്റെ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നു, ഹസ്ബുനല്ലാ വ നിഅമൽ വക്കീൽ. ഇത് ഒരു ഉറപ്പാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പ്രശ്നമുണ്ടായാലും നമ്മൾ അവസാനം തിരിയേണ്ടത്, ആദ്യവും അവസാനവും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടത് അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധി എന്താണ്. ഇങ്ങനെയുള്ള ഒരു നിലപാടായിരിക്കണം സത്യവിശ്വാസിക്കുണ്ടാവേണ്ടത് എന്നാണ് ഈ സൂക്തം വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഫാത്തിറു സമാവാത്തി വല്ലർദ്, ആകാശഭൂമികളുടെ പടച്ചവൻ. ജാലലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, ആരാണ് അള്ളാഹു? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നു. വമിനൽ അൻആമി അസ്വാജ, അപ്രകാരം കാലികളിലും സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചു. യൽറഉക്കും ഫീഹി ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അങ്ങനെ നിങ്ങളുടെ വംശത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകാശഭൂമികളുടെ പടച്ചവൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണയെ സംവിധാനിച്ചവൻ, മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇണയെ സംവിധാനിച്ചവൻ, അതിലൂടെ ഈ പ്രപഞ്ചത്തിൽ വംശത്തെ നിലനിർത്തുന്നവൻ, വളരെ വ്യവസ്ഥാപിതമായി ആകാശത്തെയും ഭൂമിയെയും സംവിധാനിച്ചവൻ, അവൻ തന്നെയല്ലേ നിങ്ങളുടെ വിധികർത്താവ്? അതിലെന്താണ് നിങ്ങൾക്ക് സംശയം? കേവലം ആരാധനാ കാര്യങ്ങളിൽ മാത്രമാണോ, അല്ലെങ്കിൽ പരലോക വിഷയത്തിൽ മാത്രമാണോ നിങ്ങൾ അള്ളാഹുവിനെ വിധികർത്താവായി സ്വീകരിക്കുന്നത്? അല്ലല്ലോ. ഖുർആനല്ലേ നിങ്ങളുടെ ഭരണഘടന? ആ ഖുർആൻ അനുസരിച്ചല്ലേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കേണ്ടത്? എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, സാമ്പത്തിക വിഷയങ്ങളിൽ, സാൻമാർഗിക വിഷയങ്ങളിൽ, ധാർമ്മിക കാര്യങ്ങളിൽ, രാഷ്ട്രീയ കാര്യങ്ങളിൽ, കുടുംബ വിഷയങ്ങളിലൊക്കെ ഖുർആൻ പറഞ്ഞതനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. എല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെ ആരർത്ഥത്തിൽ വിധികർത്താവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലയോ എന്ന ചോദ്യം നമ്മളോടുകൂടി സൂക്തങ്ങൾ ചോദിക്കുന്നുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിന് തുല്യമായിട്ട് ആരുമില്ല. ഈ പ്രപഞ്ചത്തിലെ യാതൊരു വസ്തുവിനും അവനോട് സാദൃശ്യമൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ഒരേ സമയം ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും കേൾക്കുകയും ഓരോ വസ്തുവിനെയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അള്ളാഹു എന്നർത്ഥം. അള്ളാഹുവിൻ്റെ മറ്റൊരു കഴിവിനെക്കുറിച്ച് പറയുന്നു, ലഹു മഖാലീദുസ്സമാവാത്തി വല്ലർദ്. ലഹു മഖാലിദ്, ഖജനാവുകൾ. ലഹു മഖാലീദുസ്സമാവാത്തി വല്ലർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഖജനാവുകൾ അള്ളാഹുവിന്, അതിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. യബ്സു റിസ്ക ലിമൻ യശാഉ വയഖ്ദിർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിഭവങ്ങൾ, റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ലിമൻ യശാ വയഖ്ദിർ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് അവൻ ചുരുക്കുകയും ചെയ്യുന്നു. അവൻ സകല സംഗതികളും അറിവുള്ളവനാണ്. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ സംഗതികളും അറിയുന്നവനാണ് അള്ളാഹു. സത്യത്തിൽ രക്ഷകൻ അള്ളാഹു മാത്രമായത് എന്തുകൊണ്ട് എന്നതിനുള്ള വളരെ കൃത്യമായ തെളിവാണിത്. എന്തുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുന്നതേ സാധുവാകൂ, എന്തുകൊണ്ട് അവനിലേക്ക് മാത്രം മടങ്ങിക്കൊള്ളണം എന്നും ഈ സൂക്തം പഠിപ്പിക്കുന്നുണ്ട്. കാരണം എല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കോ ജീവിച്ചിരിക്കുന്നവരോ മഹാത്മാക്കളോ ആയ ഔലിയാക്കൾക്കോ കറാമത്തുകളുണ്ട്, ജീവിതത്തിൻ്റെ എന്ത് പ്രതിസന്ധിയും മാറ്റിത്തരുമെന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഒരു കഴിവുമില്ല. വിഭവങ്ങൾ നൽകുന്നതും നൽകാതിരിക്കുന്നതും റബ്ബാണ്. കാര്യങ്ങളുടെ കടിഞ്ഞാൺ അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ആകാശഭൂമികളുടെ ഖജനാവുകളുടെ താക്കോൽ പടച്ച റബ്ബിൻ്റെ കൈവശമാണുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിനെ വിധികർത്താവായി സ്വീകരിക്കുക. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹക്കീമീൻ,
ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു തീൻ അവസാന സൂക്തം നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ. ഖുർആനിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ, ഖുർആൻ്റെ ആശയങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.